ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 17 വയസ്സുള്ള ടീനേജർ കാർത്തേജ് എന്ന സ്ഥലത്ത് പഠിക്കാൻ പോയി. സിസറയുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെട്ടു. കൂട്ടുകാരന്മാരൊക്കെ ലൈംഗികമായിട്ട് വളരെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്നവർ, മാത്രമല്ല തങ്ങളുടെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് വീമ്പളക്കിയിരുന്നവർ. അവരുടെ ഇടയിലൊന്നും പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നുകിൽ അവരെ പോലെ കഥകൾ മെനഞ്ഞുണ്ടാക്കണം, അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ വേണം. അപ്പം അങ്ങനെ തോന്നിയാസം ആയിട്ട് ജീവിച്ചാലോ, വഷളത്തം ചെയ്ത് ജീവിച്ചാലോ എന്ന ചിന്ത. അതേസമയം ഉള്ളിലിങ്ങനെ മനസാക്ഷി കുത്തു നോവിക്കുന്നു, അതെല്ലാം തെറ്റാണ്. ഇങ്ങനെ കൂട്ടുകാരന്മാരുടെ സമ്മർദ്ദം ഒരു വശത്ത്, തെറ്റാണ് എന്നുള്ള മനസാക്ഷിയുടെ ഭാരം മറുവശത്ത്, ഇങ്ങനൊരു ആന്തരിക സംഘർഷത്തിൽ നട്ടം തിരിഞ്ഞ അഗസ്തീനോസ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശുദ്ധതയും ജിതേന്ദ്രിയത്വവും എനിക്ക് തരിക, ഇന്നല്ല നാളെയും ചെന്ന് പ്രാർത്ഥിക്കും. ശുദ്ധതയും ജിതേന്ദ്രിയത്വവും എനിക്ക് തരിക, ഇപ്പോഴല്ല, നാളെ. ഗ്രാൻഡ് മീ ചാസ്റ്റിറ്റി ആൻഡ് കോണ്ടിനൻസ് ബട്ട് നോട്ട് യെറ്റ്. ഗ്രാൻഡ് മീ ചാസ്റ്റിറ്റി ആൻഡ് കോണ്ടിനൻസ്. ജിതേന്ദ്രനായി ജീവിക്കാൻ, ശുദ്ധതയിൽ ജീവിക്കാൻ എനിക്ക് വരം തരിക, ഇന്ന് വേണ്ട, നാളെ മതി. എനിക്ക് മാനസാന്തരം തരിക, ഇന്ന് വേണ്ട, നാളെ മതി. ഇതൊരു ആന്തരിക സംഘർഷത്തിൻ്റെ പ്രാർത്ഥനയാണ്. എന്നിട്ടും ഈ ആന്തരിക സംഘർഷമൊക്കെ ഉണ്ടെങ്കിലും 19-ാമത്തെ വയസ്സിൽ കാർത്തേജിലൊരു യുവതിയുമായി പ്രണയത്തിലായി. 15 കൊല്ലം ആ പ്രണയം നീണ്ടു നിന്നു. അവളിൽ അഗസ്തീനോസിന് ഒരു കുഞ്ഞ് ജനിച്ചു. ആദിയോദാത്തോസ് എന്ന കുഞ്ഞിന് പേരിട്ടു, ദൈവത്തിൻ്റെ ദാനം. 385 ഈ ബന്ധം അവസാനിപ്പിച്ചു അഗസ്തീനോസ്. റോമായിലേക്ക് പോയി അഗസ്തീനോസ് അംബ്രോസ് മെത്രാനെ കണ്ടുമുട്ടി. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അഗസ്തീനോസ് പിന്നീട് ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: ദൈവത്തിൻ്റെ ആ മനുഷ്യൻ എന്നെ പിതാവിനെ പോലെ സ്വീകരിച്ചു. ഏത് മെത്രാനും സന്ദർശകരെ സ്വാഗതം ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തു. അഗസ്തീനോസിനെ കല്യാണം കഴിപ്പിക്കാനായി മോനിക്ക അവൻ്റെ പിന്നാലെ അവനറിയാതെ പോയിരുന്നു. 10 വയസ്സുള്ള മുറപ്പെണ്ണിനെ കെട്ടാൻ മോനിക്ക ആവശ്യപ്പെട്ടു. അഗസ്തീനോസ് സമ്മതമായിരുന്നു. എന്നാൽ നിയമപ്രകാരം വധുവിന് 12 വയസ്സാകാതെ വിവാഹം സാധ്യമല്ല. അതിന് 2 കൊല്ലം കാത്തിരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ശരീരം കാത്തിരിക്കാൻ തയ്യാറല്ലായിരുന്നു. ആദ്യത്തെ കാമുകി ഉപേക്ഷിച്ചതിനാൽ മാംസദാഹം തീർക്കാൻ മാർഗമില്ലാതായി. 2 വർഷത്തേക്ക് ഒരു വെപ്പാട്ടിയെ ഏർപ്പാടാക്കി. എങ്കിലും ഈ വക ബന്ധങ്ങൾക്കൊന്നും മനസ്സിൽ മുറിവണക്കാൻ കഴിഞ്ഞില്ല. വിവാഹത്തോടുള്ള സ്നേഹമല്ല, ലൈംഗിക ആസക്തിയുടെ അടിമയായതുകൊണ്ടാണ് ഈ അതിക്രമങ്ങൾ ചെയ്തതെന്ന് പിന്നീട് അഗസ്തീനോസ് കുമ്പസാരിക്കുന്നുണ്ട്. 386 മരുഭൂമിയിൽ അന്തോണിയുടെ ജീവിതം കേട്ടപ്പോൾ അഗസ്തീനോസിന്റെ മനസ്സ് വല്ലാതെ തേങ്ങി. ഉള്ളിൽ ആരോ ഇങ്ങനെ പറയുന്നു: പൊള്ളേ ലേഗേ, എടുത്ത് വായിക്കൂ, ടേക്ക് പെൻ റീഡ്. തുറന്നപ്പോൾ കിട്ടിയത് റോമാലേഖനം 12 മുതൽ 15 വരെ അധ്യായങ്ങൾ. വിശ്വാസികളുടെ രൂപാന്തരത്തെക്കുറിച്ച് പൗലോസിന്റെ തിരുവചനങ്ങൾ. അഗസ്തീനോസ് വല്ലാതെ മാറിപ്പോയി. ബ്രഹ്മചാരിയാകാനും വൈദികനാകാനും അഗസ്തീനോസിന്റെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. അംബ്രോസ് മെത്രാൻ അഗസ്തീനോസിനെ മാമോസം മുക്കി. ആദിയോദാത്തോസ് എന്ന കുഞ്ഞിനെയും അഗസ്തീനോസിന്റെ കുഞ്ഞിനെയും മാമോസം മുക്കി. ആഫ്രിക്കയിലേക്ക് മടങ്ങി അഗസ്തീനോസും മകനും. പക്ഷേ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ മകൻ മരിച്ചുപോയി. 391 അഗസ്തീനോസ് വൈദിക പട്ടം സ്വീകരിച്ചു. 395 ഹിപ്പോയിൽ സഹായ മെത്രാനായി. അധികം താമസിയാതെ മെത്രാനും. അവസാന കാലയളവിൽ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും അഗസ്തീനോസ് മുഴുകി. 430 ആ മഹാത്മാവ് കാലം ചെയ്തത്. ഇപ്പോഴത്തെ അൾജീരിയയിലെ ഹിപ്പോ ആണ് ഈ അഗസ്തീനോസ് മെത്രാനായി നിയമിക്കപ്പെട്ടത്. അന്ന് റോമ സാമ്രാജ്യത്തിൻ്റെ ആഫ്രിക്കൻ പ്രവിശ്യയുടെ ഭാഗമായിരുന്നു ഹിപ്പോ. ആദ്യകാലത്ത് മാനിക്കേയസവും പിൽക്കാലത്ത് നിയോ പ്ലട്ടോണിസവും ഈ അഗസ്തീനോസിന്റെ ചിന്തയെ സാരമായി സ്വാധീനിച്ചിരുന്നു. എന്നാൽ 386 ക്രിസ്തുധർമ്മത്തിലേക്ക് സ്നാനപ്പെട്ടതോടെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പരിഭാഗം പ്രാപിച്ചു, പക്വത പ്രാപിച്ചു. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് ക്രിസ്തുവിന്റെ കൃപ അനിവാര്യമാണെന്ന സത്യത്തിൽ എത്തിച്ചേർന്നു. കൃപയുടെ വേദപാരംഗതൻ, ഡോക്ടർ ഗ്രാസിയെ, ഡോക്ടർ ഓഫ് ഗ്രേസ് എന്ന് ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. സഭയെ ദൈവത്തിന്റെ ആത്മീയ നഗരമായി അഗസ്തീനോസ് അവതരിപ്പിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ദൈവനഗരം എന്ന പുസ്തകത്തിന്റെ. ദൈവശാസ്ത്രജ്ഞന്മാരുടെയും പുസ്തക പ്രസാധകരുടെയും ഒക്കെ മധ്യസ്ഥനാണ് വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹം ചെറുപ്പത്തിൽ 11-ാമത്തെ വയസ്സിൽ സംഭവിച്ചൊരു കാര്യം പറയുന്നുണ്ട് ഏറ്റുപറച്ചിലുകൾ എന്ന ഗ്രന്ഥത്തിൽ. സ്കൂളിൻ്റെ അയൽപ്പക്കത്തുള്ള തോട്ടത്തിൽ നിന്ന് 3 കൂട്ടുകാരും അവനും ചേർന്ന് പഴങ്ങൾ മോഷ്ടിച്ചു.
ചിലതെല്ലാം തിന്നു, പക്ഷെ മിക്കവാറും തിന്നേണ്ടി വന്നില്ല, തിന്നില്ല. തിന്നാൻ വേണ്ടിയല്ല മോഷ്ടിച്ചത്, വിശപ്പ് തീർക്കാനല്ല മോഷണം. പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഞാൻ പിന്നെ എന്തിനാണ് ഇത് ചെയ്തത്, എന്തിനാണ് ഈ പഴങ്ങൾ മോഷ്ടിച്ചത്, നശിപ്പിച്ചത്. പാപത്തിൻ്റെ സ്വഭാവമാണ് ആഗസ്തിനോസ് അതിൽ തിരിച്ചറിഞ്ഞത്. ഏറ്റുപറച്ചിൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതുകയാണ്, അത് ചീത്തയാണ്, പക്ഷെ അതെനിക്കത് ഇഷ്ടമായി. ചീത്ത കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു, എൻ്റെ തന്നെ തെറ്റിന് ഞാൻ സ്നേഹിക്കുന്നു. മനുഷ്യ സ്വഭാവം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ യേശുവിൻ്റെ കൃപ വേണം. കത്തോലിക്കരെ കൂടാതെ ഓർത്തഡോക്സുകാരും പ്രൊട്ടസ്റ്റന്റുകാരും കാൽവിനിസ്റ്റുകൾ, ലൂതറൻസ്, ആംഗ്ലിക്കൻസ് ആഗസ്തിനോസിനെ വിശുദ്ധനായി വണങ്ങുന്നു. നമ്മുടെ ഈ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ബോൺ അഗെയിൻ അങ്ങനെയുള്ള കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാവരും തിരുവചനത്തെ ശരിയായി മനസ്സിലാക്കുന്നവരൊക്കെ വിശുദ്ധരെ വണങ്ങുന്നവരാണ്. ബൈബിളും വിശുദ്ധ പൗലോസും കഴിഞ്ഞാൽ ക്രിസ്തുധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടമാണ് ആഗസ്തിനോസ് എന്നാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, പൗലോസ്, ആഗസ്തിനോസ്, ബെനഡിക്ട് 16 മാർപ്പാപ്പ, ഇവർ 3 പേരെ മനസ്സിലായാലേ യേശു എന്ന മഹാരഹസ്യത്തെ ഒരല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ആഗസ്തിനോസിന് ദൈവനഗരം, ഏറ്റുപറച്ചിലുകൾ ആ ഗ്രന്ഥം കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ആഗസ്തിനോസ് പറഞ്ഞിട്ടുണ്ട്. ആഗസ്തിനോസിൻ്റെ ഭാഷ്യം മനസ്സിലാക്കിയാലാണ് ശരിക്കും ബൈബിളിലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുക. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ മനസ്സിരുത്തി സസ്റ്റൈൻഡ് റീഡിംഗ് ഞാൻ എപ്പോഴും പറയുന്നത്, പല പ്രാവശ്യം വായിച്ച് ഈ ആഗസ്തിനോസ് പറയുന്ന ഒരു മഹാ ജീനിയസാണ്, പൗലോസ് ഒരു മഹാ ജീനിയസാണ്. അവരുടെ ജീനിയസിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അവരൊരു ഭ്രമണപഥം, ഉയർന്ന ഭ്രമണപഥമാണ്. അതിലേക്ക് നമുക്ക് പടിപടിയായിട്ട് നമ്മൾ ഉയരണം. അതിന് നമുക്കൊരു റോക്കറ്റ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ മൂട്ടിൽ കത്തണം. അപ്പോഴാണ് നമ്മൾ പൊങ്ങിപ്പോകുക. ആ പരിശുദ്ധാത്മാ അഗ്നി കത്തുന്നത് വചനധ്യാനം, വചനവ്യാഖ്യാനം, പിന്നെ പ്രാർത്ഥന, അങ്ങനെ പരിശുദ്ധാത്മ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഈ ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോകുക. അത് നമ്മൾ ചെയ്യേണ്ടത് നല്ല വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കണം. ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും വായിക്കരുത്. എല്ലാവരും വായിച്ച് അത് ഒന്നും നമുക്ക് വായിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതോറിറ്റി ആരാണ് അല്ലേ ആധികാരികമായി പഠിപ്പിക്കുന്നത്, അത്തരം ഗ്രന്ഥങ്ങൾ വേണം വായിക്കാൻ. ബൈബിളും അത്തരം വ്യാഖ്യാതാക്കളെ കേൾക്കുകയോ വ്യാഖ്യാനങ്ങൾ വായിക്കുകയോ ചെയ്യുക. അങ്ങനെ ഈ പിന്നെ പ്രാർത്ഥനയും ഞാൻ പറഞ്ഞില്ലേ ഈ വചനധ്യാനവും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ ഉന്നതമായ ഭ്രമണപഥത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അതൊരു വലിയ ഗംഭീരമായ ഒരു തിരിച്ചറിവായിരിക്കും. ക്രിസ്തുധർമ്മ പ്രവേശിക്കുക എന്ന ഗ്രന്ഥം ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് പല കാര്യങ്ങളും ആഗസ്തിനോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനാൽ വളരെ കട്ടിയായ പുസ്തകമാണ്. മലയാളത്തിൽ ഞാനത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കുറേശ്ശെ കഴിച്ചാലേ അത് അങ്ങനെ പറ്റുമോ അത്രമാത്രം. അതായത് ഇംഗ്ലീഷും ജർമ്മൻ ഭാഷയിലാണ് ഒറിജിനൽ എഴുതിയിരിക്കുന്നത്. അതൊക്കെ എത്ര നന്നായിട്ട് അറിഞ്ഞാലും ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമല്ല. മലയാളം ഞാൻ കുറേയൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വലിയ പാടാണ്. പക്ഷേ വിശ്വാസ പ്രമാണത്തിന് ഇത്രയും നല്ലൊരു വ്യാഖ്യാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എനിക്ക് വ്യക്തിപരമായൊരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിലും വിശ്വാസത്തിലും ഒന്നുകൂടി ഒരു സ്ഥിരീകരണം, ഉറച്ച സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന ഗ്രന്ഥം തർജ്ജമ ചെയ്തപ്പോഴാണ്. അത് എന്നെപ്പോലെ ഒരാൾക്ക് തർജ്ജമ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധിയല്ല വേണ്ടത്, താല്പര്യമാണ്. ബുദ്ധിയല്ല, താല്പര്യം. അങ്ങനെ ഈ ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന ഗ്രന്ഥം വായിക്കുക. വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും മഹനീയമായ വ്യാഖ്യാനമാണ്. അതിൽ ആഗസ്തിനോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആഗസ്തിനോസിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും, വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അതിലൂടെ യേശു, ദൈവം, പരിശുദ്ധാത്മാവ്, സഭ, കൂദാശകൾ, ഇങ്ങനെയുള്ള സകല രഹസ്യങ്ങളിലേക്കും നമുക്കൊരു വലിയ വെളിച്ചം കിട്ടും. അതെല്ലാം നമുക്ക് ലഭിക്കട്ടെ. ഇന്ന് ആഗസ്തിനോസിനൊപ്പം നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന ആളുകൾ അദലിന്തിസ് ഓഫ് ബുഹാവ്, ആഗ്നസ് ഓഫ് കൊളോൺ, അലക്സാണ്ടർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അൽഫോൺസ് മരിയ മസൂറേക്, അംബ്രോസ് ഓഫ് സൈന്തസ്, അഞ്ചലോ ദ പെസ്ഹെ ദെസെർണിയ, ആന്തസ് ഓഫ് സലേർണോ, ചാൾസ് അർണോൾഡ് ഹാനോസ്, എവ്ക്യൂനസ്, ഫക്കിന്തിനസ് ഓഫ് തൈനോ, ഫെലിക്സ് ഓഫ് വെനോസ, ഫ്ലോറന്റീന ഓഫ് കർത്തേഗന, ഫോർത്തുനാത്തസ് ഓഫ് സലേർണോ,
Gaius of Salerno, Gorman of Schleswig, Hermes of Rome, Januarius of Venosa, Joachina Vedruna de Mas, Julian of Auvergne, Junipero Serra, Moses the Black, Pelagius of Istria, Tacitus of Carthage, Rumwold the Prince, Septiminus of Venosa, Vicinus of Cercina, Vivian of Cynthus, Diego de Tacus, Hermel, Evladius of Nevers, Phaedrimida, Hezekiah of Judah, Jose Gorastasu, Labayan, Thomas Holford. Martyred in England, Edmund Arrowsmith, Henry Webley, Hugh Moray, James Claxton, Robert Morton, Thomas Felton, William Dean, William Gunther, Thomas Holford. Martyred in the Spanish Civil War, Martyrs of Grinon, 10 പേര്. Martyrs of Tarragona, 6 പേര്. Abel, Angel, Palazuelos, Maruri, Agustin, Bermeo, Miranda, Alejandro Iniguez de Heredia Alsola, Angel Carmelo Bois Cocials, Andoni Lados Salud, Antonio Fuertes Boira, Antonio Suarez Riu, Arturo Ros Montalta, Aurelio de Vinalesa, Eladi Perez Bori, Fernando Salinas Romeo, Francisco Lopez Navarrete, Francisco Romero Ortega, Jaume Cabale Brum, Jaume Tarago Iglesias, Jovan Thomas Giberta, Jose Romero Ortega, Juan Baptista Faubel Cano, Julio Fernandez Muniz, Leandro Cuesta Andres, Leoncio Ibanez Caballero, Lorenzo Sobrevia Canardo, Mariano Palau Sena, Martin Donamaria Valencia, Ramon Sanz de Galdeano Maneiro, Santiago Pardo Lopez, Serviliano Zola Jimenez. സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകുടുംബമാണ്. അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിലെ ആരാധനയിൽ പങ്കുചേരാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.